ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? ഇതിപ്പോൾ ഞാൻ സൗണ്ട് ഇട്ടിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിനി, അപ്പോൾ അത് സൗണ്ട് ഇടാതെ ഇനി ചെയ്തിന്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എൻ്റെ വീട്ടിലെ കുറച്ചീച്ചുള്ള ഒരു ദിവസത്തെ കുറച്ചീച്ച പണികളാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ കുറച്ച് സമയത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് ലെങ്ത്തൊന്നും കൂടി പോയിട്ടൊന്നുമില്ല, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ചിട്ട് ചോറിന് വെള്ളം വെക്കണേ. എനിക്ക് ഇവിടെ പശുക്കളും ഫാമും ഒക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് കയറുന്നതിന് മുന്നേ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എണീച്ച് പശുക്കളുടെ അടുത്തേക്ക് കയറണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫാം ഇതാണ്. അപ്പോൾ പൈക്കൾ നേരത്തെ കറന്ന് പാല് കൊണ്ടേ കൊടുത്തു. ഇപ്പോൾ കഞ്ഞിവെള്ളം പുണ്ണാക്കും ഒക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ പുണ്ണാക്കാണ് കേട്ടോ കൊടുത്തത്. കാലിത്തീറ്റ കൊടുത്തു ഐറ്റങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടൊരു 13 വർഷമായി കേട്ടോ. വെള്ളം കൊടുത്തു. ആദ്യം ഐറ്റങ്ങൾക്ക് കാലിത്തീറ്റയാണ് കൊടുക്കുക, പിന്നെ വെള്ളം കൊടുത്തു. രാവിലത്തെ പാല് ഫുള്ള് സൊസൈറ്റിക്ക് കൊടുത്തേക്കും കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ പാല് സെയിൽസിന് എടുക്കലുള്ളൂ. ഉച്ചക്കത്തെ പാലും പകുതി ഒരു 5 ലിറ്ററൊക്കെ സെയിൽസിന് ഇവിടെ എടുത്തേക്കും, ബാക്കി സൊസൈറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ ഭർത്താവിന് ആദ്യം ഭൂമി കച്ചവടമൊക്കെ കേട്ടോ. അപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭൂമാഫിയ പിടിച്ചു കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നത്. അതിലാണ് ഞങ്ങൾ ആകെ അടിപതറിയത്. പിന്നെയാണ് ഈ ഫാം തുടങ്ങിയത്. ഇപ്പോൾ 13 കൊല്ലമായി കേട്ടോ. എനിക്ക് 2 മക്കളാണ്, ഒരു മരുമകനുണ്ട്, മോളെ കെട്ടിച്ചു. അപ്പോൾ അന്ന് മുതലാണ് ഞങ്ങളുടെ ഈ ഫാമിൻ്റെ രൂപീകരണം ഉണ്ടായത്. അന്നത്തെ അന്നം തേടി നടക്കുന്ന ഞങ്ങൾക്കൊക്കെ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഫാമൊക്കെ നടത്തിയാൽ അത്ര ലാഭം എന്നൊക്കെ പറയുന്നതൊക്കെ ഞങ്ങൾക്കിത് അന്നത്തെ ഇത് കിട്ടാൻ തന്നെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ, തികയുന്നുള്ളൂ. പിന്നെ വൈക്കോല് ഞങ്ങളിവിടെ സൊസൈറ്റീൻ്റെ കീഴിൽ തന്നെയാണ് കേട്ടോ ഇറക്കൽ. അപ്പം ഇന്ന് ബീഫാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇതിലേക്ക് മല്ലി ഇട്ടു, മുളകിട്ടു, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടു. എന്നിട്ട് ഒന്ന് വേവിക്കരച്ചിട്ട് ചട്ടിയൊക്കെ പൊട്ടീന്. കുറച്ചൊരു പൊട്ടിയ ചട്ടിയാണ് നമ്മളെടുത്തുള്ളത്. ഇപ്പം നേരെ പൊട്ടിയത്. ഇനിയിപ്പോൾ വേറെ മേടിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ചീരുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ചിടണം. സവാള കരിഞ്ഞിടണം. ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതും ഇടാം. അങ്ങനെ ഇട്ടുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചോറ്, ഇറച്ചിക്കറി, പപ്പടം, വൈതലങ്ങ ഉപ്പേരി ഇതൊക്കെയാണ് കേട്ടോ ഉച്ചക്ക് ചോറിനുള്ളത്. അപ്പോൾ ചോറൊക്കെ കഴിച്ചു. കഴിച്ചാൽ മതി. 2ാം വട്ടം ആലൊക്കെ കയറിട്ടോ. ഉച്ചക്ക് ആലൊക്കെ വൃത്തിയാക്കി. ആല നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ കഴുകൂല കേട്ടോ. ഇപ്പോൾ സുബൈക്ക് 4 മണിക്ക് കഴുകുള്ളൂ. ആല നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇനി പുണ്ണാക്കും വെള്ളവും കൊടുക്കും. ഉച്ചക്കത്തെ പുണ്ണാക്കും വെള്ളവും കൊടുത്ത് കഴിഞ്ഞിട്ട് കറവ കഴിഞ്ഞിട്ടാണ് പിന്നെ വൈക്കോലിട്ട് കൊടുക്കുള്ളൂ. പാല വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയോൾക്ക് വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തിട്ട് ഇതൊരു ചെനപ്പശു കേട്ടോ, കാണില്ല. വെള്ളം കൊടുത്തിട്ട് കറവയാണ്. ഇപ്പോൾ കറവയും ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 5:55 സമയമായിട്ടോ. പിന്നെ ഈ പാലൊക്കെ ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് വരണം. 6:30 ആകുമ്പോഴേക്ക് വീട്ടിൽ തന്നെ എത്തണം. ഇത്രയും പാലാണ് കൊണ്ടുപോയി കൊടുക്കാനുള്ളത്. 5 ലിറ്റർ പാലാണ് കൊണ്ടുപോയി കൊടുക്കാനുള്ളത്. ഈ പാലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ പാല് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ വീട്ടിലേക്ക് അങ്ങനെ പോവാണ്.
അപ്പോൾ ഒരു നേരം ഒരുപാട് വൈകി പാല് കൊണ്ടുപോയി കൊടുക്കാൻ. 5:30 എന്തെങ്കിലും ഇറങ്ങണം, എന്നാൽ കുറേയൊക്കെ നേരം ഉണ്ടാവും. വീഡിയോ എടുക്കലും ഒക്കെ പാടാകുമ്പോൾ നേരം വൈകി പോയിന്ന്. കുറേ പോന്ന് നമ്മൾ പാറട്ട റോഡെത്തി. അപ്പോൾ ഓരോ വീട്ടിൽ പാല് വെച്ച് പോന്നപ്പോൾ നേരെ നല്ലപോലെ ഇരുട്ടിയിട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ ബാങ്ക് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹലോ, ഇപ്പോൾ വീട്ടിലെത്തി. പാലൊക്കെ കച്ചവടം കഴിഞ്ഞു. വീട്ടിലെത്തി. ചായ കാച്ചി. കട്ടൻ ചായ കേട്ടോ ഇവിടെ വേണ്ടിയത്. പാലും ഒക്കെ ഇന്നിപ്പോൾ ഇല്ല പാലയിൽ പാരാനിപ്പോൾ. ഇന്ന് എടുത്ത് വെക്കലുണ്ട്. ഇന്നിപ്പോൾ എടുത്ത് വെച്ച പോരായി ആയപ്പോൾ ഇതായി. അപ്പോൾ കട്ടൻ ചായ കാച്ചി. അപ്പോൾ അതൊക്കെ കുടിച്ച് എന്നിട്ട് വരട്ടോ. അപ്പോൾ രാത്രികൾക്ക് ചപ്പാത്തി ബീഫ് കറിയാണ് കേട്ടോ. ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം.